Hi mates, welcome back to our channel. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഡ്രീം ജേണിയിലേക്കാണ്. നോട്ട് ഇൻ ടു സ്ലീപ്പ് ബട്ട് ഇൻ ടു ലൈറ്റ് കളേഴ്സ് ആൻഡ് മ്യൂസിക്. ഇറ്റ്സ് ഓൾ അബൌട്ട് വിവിഡ് സിഡ്നി 2025. ഈ വർഷം മെയ് 23 മുതൽ ജൂൺ 14 വരെയാണ് വിവിഡ് സിഡ്നി നടക്കുന്നത്. ഇത് വിവിഡ് സിഡ്നിയുടെ 15ാമത്തെ എഡിഷനാണ് ആൻഡ് ദ തീം ഈസ് ഡ്രീം. ടൈമിംഗ് എന്ന് പറയുന്നത് 6 PM to 11 PM വരെയാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. വിവിഡ് സിഡ്നി is not just a festival, it's a celebration of light, culture and imagination. വിവിഡ് സിഡ്നി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തിങ് നമ്മുടെ മൈൻഡിൽ വരുന്നത് എന്താണ്? ഓഫ് കോഴ്സ് സിഡ്നി ഓപ്പറ ഹൗസ്. ഈ വർഷം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ലൈറ്റ്, ഇറ്റ്സ് എ മെസ്സേജ്, എ സ്റ്റണ്ണിങ് വർക്ക് നെയിംഡ് കിസ് ഓഫ് ലൈറ്റ്. ഇതൊരു വിഷ്വൽ ട്രിബ്യൂട്ടാണ് ഡേവിഡ് മക്യാമിഡ് എന്ന ഒരു ലെജൻഡറി ആർട്ടിസ്റ്റിന്. ഹി സെഡ് ആർട്ട് ഈസ് കിസ് ഓഫ് ലൈറ്റ് ഇൻ ദ ഡാർക്ക്നെസ്. അതാണ് ഇതിൻ്റെ സോൾ, ഒരു ഡ്രീം ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഇൻക്ലൂഷൻ. ഈ ലൈവ് ഷോ പറഞ്ഞത് നോ മാറ്റർ ഹു യു ആർ, യു ബിലോങ് ഹിയർ ആൻഡ് യു ഷൈൻ ഹിയർ. ഗ്യാങ് തന്നെ ഞാൻ നിർത്തി ബാക്ക് ടു നോർമൽ. എനിക്ക് സിഡ്നി എന്ന് പറയുന്നത് ഒരു ഡേ ടൈമിൽ ഒരു കോർപ്പറേറ്റ് സ്ട്രെസ്സും നൈറ്റിൽ ഇറ്റ്സ് ഫുൾ ഓഫ് കളർ ബ്ലാസ്റ്റുമാണ്. ഈ വിവിഡ് സിഡ്നി നടക്കുന്നത് മെയിൻലി സർക്കുലർ കീ, ദ റോക്സ്, ബഴാങ്കുഴു ആൻഡ് ഡാർലി ഹാർബർ എന്നീ പറഞ്ഞ സ്ഥലങ്ങളിലാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, ഡോണ്ട് ഗോ ബൈ കാർ. സിഡ്നി CBDയിൽ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും കൂടി കൂട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാഗ് ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസ് എടുക്കാനോ ഒരു ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും. ഇഫ് യു ആർ ഇൻ സിഡ്നി, ഡോണ്ട് മിസ് ഇറ്റ്. ആൻഡ് ഇഫ് യു ആർ നോട്ട് ഇൻ സിഡ്നി, വാച്ച് അവർ യൂട്യൂബ് ചാനൽ. വിവിഡ് സിഡ്നിയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള വീഡിയോസും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. ഒപ്പേര ഹൗസും ഒപ്പേര ഷോയും കഴിഞ്ഞു. വാട്ട്സ് നെക്സ്റ്റ്? ഒപ്പേര ബാർ? നോ വേ. നമ്മളിതിൽ ജസ്റ്റ് ഒരു ഷോർട്ട് കട്ട് വഴിയെടുത്താണ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ബോട്ടിൽ കയറി നമുക്ക് ഈ ഒപ്പേര ഹൗസ് മൊത്തം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അതിനു വേണ്ടിയിട്ട് നമ്മൾ ബോട്ടിൽ കയറിയപ്പോൾ ഒരു മനുഷ്യന്മാരില്ല. ബോട്ട് റൈഡ് മസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ്. നമുക്ക് 2 ഓപ്ഷൻസ് ആണ്. ഒന്ന് പബ്ലിക് ഫെറി, അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ ഉള്ളത് നല്ല പ്രൈവറ്റ് ക്രൂസസ് ആണ്. അത് കുറച്ച് കോസ്റ്റ്ലി ആണ്. പക്ഷെ നിങ്ങൾക്ക് ഏതാണ് അഫോർഡബിൾ ആയിട്ടുള്ളത് അതിൽ കയറി ഈ റൈഡ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് എന്തായാലും നിങ്ങൾക്ക് വർത്ത് ആയിരിക്കും. ഒപ്പേര ഹൗസ് ഒരു 360 ഡിഗ്രിയിൽ നമുക്ക് കാണാൻ പറ്റിയ ഏറ്റവും നല്ല ഓപ്ഷനാണ് ബോട്ട് റൈഡ്. അതുപോലെ നല്ല ഫോട്ടോസും നല്ല വീഡിയോസും നല്ല മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഓപ്ഷനാണ് ബോട്ട് റൈഡ്. ഈ കാണുന്നതാണ് സിഡ്നി ഹാർബർ ബ്രിഡ്ജ്. ന്യൂ ഇയറിന് ഫയർ വർക്ക്സ് നടക്കുന്നത് ഇവിടെ വെച്ചാണ്. ഇതൊരു 8 ലൈൻ റോഡും അതോടൊപ്പം തന്നെ ട്രെയിൻ ട്രാക്ക് ഉള്ള ഒരു ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിന്റെ ഏറ്റവും ടോപ്പിൽ ആ ഫ്ലാഗ് കാണുന്നിടത്തോടം വരെ നമുക്ക് ബ്രിഡ്ജ് ക്ലൈംബ് ചെയ്തിട്ട് നമുക്ക് അതിലൂടെ നടന്നു പോകാൻ പറ്റുന്നതാണ്. അത് ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ്. വിവിഡ് സിഡ്നി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒപ്പേര ഹൗസ് മാത്രമാണോ? അല്ല. ദ ഹോൾ സിറ്റി ബിക്കം എ മെഗാ ലൈറ്റ് ഷോ. ഓഫീസ് ബിൽഡിങ്സ്, മ്യൂസിയംസ്, മോൾസ്, വാൾസ് ഇതെല്ലാം ഒരു LED സ്ക്രീൻ അല്ലെങ്കിൽ ഒരു പെയിന്റിംഗ് പോലെ മാറുകയാണ്. ആനിമേഷൻസ്, ഫേസസ്, പാറ്റേൺസ് എല്ലാം ബിൽഡിങ്ങിന് മേലെ ഇവിടെ വന്നൊരു ലൈവ് ഡാൻസ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. ഈ കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്ന അത്ര ഈസിയായ ഒരു കാര്യമല്ല. ബിൽഡിങ്ങിന്റെ ഷേപ്പ് അനുസരിച്ച് ആർട്ട് വർക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. സൈഡിൽ വിൻഡോ ഉണ്ടെങ്കിൽ ലൈറ്റ് വിൻഡോന്റെ ഫ്രെയിം കൂടി ബ്ലെൻഡ് ചെയ്യണം. ഇതെല്ലാം കൂടി ടെക്നിക്കലി കോൾഡ് 3D മാപ്പിംഗ് പ്രൊജക്ഷൻ. ഇതൊക്കെ കാണുമ്പോൾ ഒരു ഓസ്കാർ കിട്ടുന്ന ലെവൽ പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഓരോ ആനിമേഷനും ഓരോ പെർഫെക്റ്റ് സ്റ്റോറി പറയുന്ന പോലെയാണ് ഇതിനകത്ത് വാളിൽ നമുക്ക് കാണിച്ചു തരുന്നവർ. ഈ വാൾ ഒരു ജയന്റ് കളർ TV ആയി മാറിയ പോലെ എനിക്ക് തോന്നുന്നത്. ബട്ട് ഒരു നോർമൽ TV അല്ല, 4K HDR മോഷൻ ആർട്ട് വർക്ക് TV പോലെ. ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് പ്രൊജക്ഷൻ ഷോ സ്റ്റൈലാണ്. ഷേപ്പ് ചേഞ്ച് ആവുന്നതും ബട്ടർഫ്ലൈസ്, ഐസ്, ഫേസസ്, ഈവൻ അബ്സ്ട്രാക്ട് അയച്ചു കാണുന്ന ഒരു ടൈപ്പ് ഡിസൈനാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഡിസൈൻ കണ്ടിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുപരിചയമുള്ളതായി തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ദുബായിലുള്ള മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ അതിൻ്റെ ഡിസൈൻ പോലെ ഏകദേശം തോന്നിയിട്ടുണ്ട് എനിക്ക്. ശരിയല്ലേ? ഇത് മറ്റൊരു സംഭവമാണ്. നമ്മൾ എന്ത് സംസാരിക്കുന്നോ അത് ആ വാളിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇത്രയും കണ്ടുകഴിഞ്ഞപ്പോൾ നമ്മുടെ എനർജി കുറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ഫുഡ് അടിച്ചാലോ? ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് ഫുഡ് കിട്ടും. ഫുഡ് വാനുകൾ എല്ലാ കോർണറിലും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് പോയി അവിടെ പോയി വാങ്ങി നമുക്ക് കഴിക്കാവുന്നതാണ്. ഒപ്പേര ഹൗസ് കണ്ടു, ഹാർബർ ബ്രിഡ്ജ് കണ്ടു, ഫുഡും കഴിച്ചു. നമ്മൾ കഴിച്ച ഫുഡ് കുറച്ച് ഡൈജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ചൊരു കുട്ടി വോക്ക് നടത്താം. ഈ വോക്ക് ചെന്ന് അവസാനിക്കുന്നത് നമ്മളൊരു ലൈറ്റ് ടണലിലാണ്. ഇവിടെ ഒരു LED ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഫ്ലോട്ടിംഗ് LED ആർട്ട് ഇൻസ്റ്റലേഷൻ ആണ്. ജെല്ലി ഫിഷ് മെയ്ഡ് ഓഫ് LED, ഗ്ലോയിങ് ബേർഡ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. പിന്നെ നേരെ പോയത് ലുമിന ഡ്രീം കാണാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ടിയർ ഡ്രോപ്പ് സ്കൾപ്ചറാണ്. ഇതൊരു ഗാർഡൻ ഓഫ് 6 ടിയർ ഡ്രോപ്പ് ഷേപ്ഡ് സ്കൾപ്ചേഴ്സ് ആണ്. ദീസ് ഓർഗാനിക് ഫോംസ് റെസ്പോണ്ട് ഇൻ റിയൽ ടൈം ടു മെട്രോളജിക്കൽ ഡാറ്റ. ഈ കാണുന്നത് നിങ്ങൾ ഒരു ഒറിജിനൽ അരയണങ്ങളാണെന്ന് വിചാരിച്ചോ? എങ്കിലല്ല, ഇത് ഒറിജിനൽ അല്ല. നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവും വിവിഡ് സിഡ്നി അഡൽട്സിന് വേണ്ടി മാത്രമുള്ള ഒരു ഇവൻ്റ് ആണെന്ന്. എങ്കിൽ അങ്ങനെയല്ല. ഇത് ശരിക്കും കിഡ്സിന് വേണ്ടിയുള്ള ഒരു മാജിക്കൽ ലാൻഡ് കൂടിയാണ്.
Forget boring mobile apps. Here they play real games in glowing real life. Fun-ആയി സേഫായി ഫുൾ കളർഫുൾ വൈബാണ് ഇവിടെ. വിവിഡ് സിഗ്നൽ ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ അല്ല, മ്യൂസിക് ഫാൻസിന് ഇതൊരു ഫുൾ ഓഡിയോ വിഷ്വൽ ഫെസ്റ്റിവൽ കൂടിയാണ്. വെദർ യു ആർ എ DJ, dancer or just a vibe collector, വിവിഡ് സിഗ്നൽ മ്യൂസിക് സീൻസ് will give you goosebumps. ഈ കാണുന്ന സംഭവം എന്താണെന്ന് എനിക്കും മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത് ഇത് നമ്മൾ സൈഡിൽ നിന്ന് ചവിട്ടിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകും. വിവിഡ് സിഗ്നൽ കാണാൻ വരുവാണെങ്കിൽ ഡോണ്ട് മിസ് ഡാർലിംഗ് ഹാർബർ. ഇറ്റ്സ് വെയർ മ്യൂസിക്, ലൈറ്റ് ആൻഡ് ഫുഡ് കംസ് ടുഗെദർ ടു ക്രിയേറ്റ് അൺഫോർഗറ്റബിൾ മെമ്മറീസ്. ഇതാണ് എലീസിയൻ കളക്ഷൻ. ഇതുള്ളത് ടുംബലോങ് പാർക്കിലാണ്. ഇത് നമ്മുടെ പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനത്തിനുള്ളിൽ ഫുള്ള് എയർ നിറച്ചിട്ടുള്ള ഒരു സാധനമാണിത്. പക്ഷെ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് എനിക്ക് കറക്റ്റ് അറിയില്ല. നെക്സ്റ്റ് കാണുന്നതാണ് ക്യൂരിയോസിറ്റി. ഇതിൽ ഓരോ സീസവും മൂവ് ചെയ്യുമ്പോഴും ഓരോ യൂണിക് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഈ ഓൾ 6 ഇൻ മോഷൻ, അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു ലൈറ്റും ഒരു സൗണ്ടുമാണ് അത് ഉണ്ടാക്കി തരുന്നത്. കാണുന്നതാണ് ക്ലൗഡ് സിങ്. നമ്മൾ മൂവ് ആകാത്ത സമയത്ത് അത് വൈറ്റ് കളറും നമ്മൾ സ്വിങ് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നതാണ് സിംഫണി ഓഫ് ലൈറ്റ്. ഇത് കാണുമ്പോൾ പണ്ട് പെൺകുട്ടികൾ കയ്യിലിടുന്നൊരു വളയില്ലേ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാണുന്നതാണ് സ്പേസ് ടു ഡ്രീം. ഇതെന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഒരു ഇൻറ്ററാക്റ്റീവ് ഡിസ്പ്ലേ ആണ്. ഇത് ഉയർത്തി കാണിക്കുന്നത് വിവിഡ് സിഡ്നി ഫെസ്റ്റിവലിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ടു ബ്ലെൻഡിങ് ടെക്നോളജി എന്ന ആശയത്തെ പറ്റിയാണ്. മെയിനായിട്ടുള്ളത് 3 ഫ്ലോട്ടിംഗ് വാട്ടർഫോൾസ് ആണ്. ബട്ട് ഇറ്റ്സ് നോട്ട് എ റിയൽ വാട്ടർ ബട്ട് ലിക്വിഡ് ലൈറ്റ്. ഒരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതിലൂടെ നമുക്ക് നടന്ന് ഇതിൻ്റെ അടുത്തൂടെ പോയി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഹാർബർ ബ്രിഡ്ജിന് സൈഡിലൂടെ ഒരു പെഡസ്ട്രിയൻ പാത്ത് ഉണ്ട്. ആ പാത്തിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും സിയ.